എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് അശ്വതി നാളിനെ കുറിച്ചാണ് ഞാൻ ഇന്ന് പ്രതിപാദിക്കുന്നത്. അശ്വതി നക്ഷത്രത്തിൽ ജനിച്ചവർ സുന്ദരന്മാരും പ്രായണ ആരോഗ്യന്മാരുമായിരിക്കും. എല്ലാ കാര്യങ്ങളിലും സാമാന്യത്തിൽ കവിഞ്ഞ അറിവും ഓർമ്മശക്തിയും വിവേചന സാമർഥ്യവും ഇവരിൽ ഉണ്ടായിരിക്കും. ചൈതന്യമുള്ളതും വിശാലങ്ങളുമായ കണ്ണുകളും വിസ്താരമുള്ള നെറ്റിയും ഉയർന്ന നാസികയും പ്രശാന്ത ഗംഭീരമായ മുഖഭാവവും ഈ നക്ഷത്രക്കാരുടെ പ്രത്യേക ലക്ഷണങ്ങളാണ്. ഏത് കാര്യത്തിലും വളരെ ആലോചിച്ച് സാവധാനം ഇടപെടുന്ന കൂട്ടരാണിവർ. പെട്ടെന്നൊന്നിലും എടുത്തു ചാടുകയോ വികാരങ്ങൾക്ക് എത്ര വേഗം വശംവദരാകുകയോ ഇവർ ചെയ്യാറില്ല. എന്നാൽ ആലോചിച്ചോ അല്ലാതെയോ ഏതെങ്കിലും ഒരു നിലപാട് സ്വീകരിച്ചു കഴിഞ്ഞാൽ എന്തെല്ലാം കഷ്ടനഷ്ടങ്ങൾ സംഭവിച്ചാലും അതിൽ നിന്ന് മാറാത്ത ഒരു സ്വഭാവവും ഇവരിൽ കണ്ടുവരുന്നുണ്ട്. സ്വഭാവത്തിൽ ഇവർ വളരെ ശാന്തന്മാരായി തോന്നാമെങ്കിലും ആർക്കും പിടികൊടുക്കാത്ത കാര്യം നേടാനുള്ള സാമർഥ്യവും ആരുടെയും നിർബന്ധത്തിനോ ബലപ്രയോഗത്തിനോ വഴങ്ങാത്ത മനസ്സും നിശ്ചയദാർഢ്യവും ഈ നക്ഷത്രക്കാരുടെ പ്രത്യേകതകളാണ്. വിശേഷിച്ച് മേടം, മിഥുനം, ചിങ്ങം, തുലാം, ധനു, കുംഭം ഈ മാസങ്ങളിൽ ജനിച്ച അശ്വതി നക്ഷത്രമുള്ളവരിൽ മേൽപ്പറഞ്ഞ സ്വഭാവം മുന്തി നിൽക്കുക തന്നെ ചെയ്യും. ആശ്രിത വാത്സല്യവും തങ്ങൾക്ക് സ്നേഹിക്കുന്നവർക്ക് വേണ്ടി അവരുടെ ഏത് ആപൽഘട്ടത്തിലുമുള്ള സേവന സന്നദ്ധതയും ഇവർക്കുള്ള വിശിഷ്ട ഗുണങ്ങളാകുന്നു. പ്രായണ ഈ നാളുകാർ പ്രസാദാത്മകരും എത്ര സംഭ്രമജനകമായ സാഹചര്യത്തിൽ പോലും അതിശയനീയമായ ശാന്തത പുലർത്തുന്നവരുമായിരിക്കും. മറ്റുള്ളവരെ യുക്തമായ വിധത്തിൽ സമാധാനപ്പെടുത്തുവാനും അഭിപ്രായങ്ങളിൽ നിന്ന് പരിവർത്തനം ചെയ്യിക്കുവാനും ഇവർ വളരെ സമർത്ഥന്മാരായിരിക്കും. എന്നാൽ ഇവർക്ക് തക്കതായ കാരണം കൊണ്ട് സമാധാനഭംഗം ഉണ്ടായെന്ന് വന്നാൽ ഇവരെ സമാധാനപ്പെടുത്തുവാനും ആശയങ്ങളിൽ നിന്ന് വ്യതിചലിപ്പിക്കുവാനും വളരെ പ്രയാസകരമായിരിക്കും. ഇവരിൽ ദൃഢമായ ഈശ്വരവിശ്വാസം കാണപ്പെടും. എന്നാൽ മതപരമോ ദൈവികമായ അന്ധവിശ്വാസങ്ങൾക്ക് അതീതരായിട്ടാണ് മിക്കവാറും ഇവരെ കണ്ടുവരുന്നത്. പ്രാചീനങ്ങളായ കാര്യങ്ങൾക്ക് ആധുനിക രൂപം കൊടുത്ത് സമർത്ഥിക്കുന്നതിൽ ഇവർ തൽപരന്മാരാണ്. കുടുംബകാര്യത്തിൽ യാഥാസ്ഥിതികത്വവും സുഹൃത്തുക്കളിൽ ഉൽപ്പതിഷ്ഠത്വവും ഒന്നുപോലെ ഇവർ പുലർത്തിപ്പോരുന്നു. ചിന്താശീലരും ചിലപ്പോൾ യുക്തിവാദികളുമായ ഇവർ സാഹിത്യാദി പ്രൗഢകലകളിൽ വാസനയുള്ളവരും സംഗീതം മുതലായ ലളിതകലകളിൽ രസികന്മാരുമായിരിക്കും. സ്വതവേ ബുദ്ധിജീവികളായ ഇവർ ആവശ്യമില്ലാത്ത കാര്യങ്ങളെക്കുറിച്ച് കൂടിയും ചിന്തിക്കുന്നവരായതുകൊണ്ട് പ്രായണ മനോസുഖം ഇവർക്ക് കുറഞ്ഞേയിരിക്കുകയുള്ളൂ. ബുദ്ധിപരമായ പ്രവർത്തനത്തിൽ ഇവർക്ക് സാമർഥ്യവും പുരോഗതിയുമുണ്ട്. ഒരു 30 വയസ്സ് വരെ പലവിധത്തിലുള്ള പ്രതിബന്ധങ്ങളും തരണം ചെയ്യേണ്ടി വരും.